ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററായ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ആണ്. ഈ ചാപ്റ്ററിൽ നമുക്കറിയാം പീരിയോഡിക് ടേബിളിന്റെ ഹിസ്റ്ററിയും പിന്നെ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസിന്റെ കമ്പാരിസൺ ആണ് നമുക്ക് പഠിക്കാറുള്ളത്. അപ്പോൾ ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിലാദ്യം നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് ലോ ഓഫ് ട്രയാഡ്സ്. ലോ ഓഫ് ട്രയാഡ്സ് പറഞ്ഞത് 3 എലമെന്റ്സിന്റെ ഗ്രൂപ്പാണ് ട്രയാഡ്സ്. ഈ 3 എലമെന്റ്സിന്റെ ഗ്രൂപ്പിൽ മിഡിൽ എലമെന്റിന്റെ പ്രോപ്പർട്ടി ഫസ്റ്റ് എലമെന്റിന്റെയും ലാസ്റ്റ് എലമെന്റിന്റെയും ആവറേജ് ആയിരിക്കും. ഇതിന് കാരണം ഈ മിഡിൽ എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റ് ഫസ്റ്റ് എലമെന്റിന്റെയും ലാസ്റ്റ് എലമെന്റിന്റെയും ആവറേജ് ആണ്. അതുകൊണ്ട് ലോ ഓഫ് ട്രയാഡ്സ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് വെയിറ്റ് ഓഫ് മിഡിൽ ഈസ് ആവറേജ് ഇൻ ഈച്ച് ട്രയാഡ്. സിമിലർലി പ്രോപ്പർട്ടീസ് ആൾസോ ആവറേജ്. ഇത് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ജോഹൻ ഡോബറൈനർ. ഇത് കൊണ്ടുവന്നത് എക്സാമ്പിൾസ് നമുക്ക് പറയുകയാണെങ്കിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒരു ട്രയാഡാണ്. കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം അടുത്ത ട്രയാഡാണ്. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇതിന്റെ പ്രശ്നം വളരെ കുറച്ച് എലമെന്റ്സ് മാത്രമേ അദ്ദേഹത്തിന് ഇങ്ങനെ ട്രയാഡ്സ് ആക്കി തിരിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് അതിന്റെ ലിമിറ്റേഷൻ പരിഗണിക്കാം. അതിപ്പോ നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വിഷയമാണ് മെന്റലീസ് പീരിയോഡിക് ടേബിൾ. മെന്റലീസ് പീരിയോഡിക് ടേബിള് പറയുന്നത് അറ്റോമിക് വെയിറ്റിന്റെ ബേസിലാണ് ഈ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്ത ലോനെ നമ്മൾ പീരിയോഡിക് ലോ എന്നാണ് വിളിക്കുക. ഈ പീരിയോഡിക് ലോ അത്രേ ഉള്ളൂ, ഒരു എലമെന്റിന്റെ പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത് അതിന്റെ അറ്റോമിക് വെയിറ്റ് ആണ് എന്നുള്ളതാണ്. ആ പീരിയോഡിക് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് വെയിറ്റ്. ഈ മെന്റലീസ് പീരിയോഡിക് ടേബിളിൽ നമുക്കറിയാം, പീരിയോഡിക് ടേബിളിൽ വെർട്ടിക്കൽ കോളം ഉണ്ടാവും, അതിന് നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഹൊറിസോണ്ടൽ റോസ് ഉണ്ടാവും, അതിന് നമ്മൾ പീരിയഡ് എന്നാണ് വിളിക്കുക. ഈ പണ്ട് കാലത്ത് അതിനെ സീരീസ് എന്നാണ് വിളിച്ചിരുന്നത്. ഇങ്ങനെ 9 ഗ്രൂപ്പും 7 സീരീസും ഉള്ളതാണ് മെന്റലീസ് പീരിയോഡിക് ടേബിൾ. ഇതിന് എക്സാമ്പിൾ വരുന്ന ക്വസ്റ്റ്യൻ ഇതിന്റെ മെറിറ്റും ഡിമെറിറ്റും ആണ്. ഇതിന്റെ മെറിറ്റ് ആയിട്ട് പറഞ്ഞത് ഒന്ന്, അൺഡിസ്കവർ ആയ കണ്ടുപിടിക്കാത്ത എലമെന്റ്സിന് വേണ്ടി അദ്ദേഹം സ്പേസ് ഒഴിച്ചിട്ടു എന്നുള്ളതാണ്. അതേസമയം അവരുടെ പ്രോപ്പർട്ടീസ് അദ്ദേഹത്തിന് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റി. He left vacant space for undiscovered elements and predicted their properties. അങ്ങനെ നമുക്ക് പഠിക്കാനുള്ള രണ്ടെണ്ണമാണ് എക്ക അലുമിനിയം ആൻഡ് എക്ക സിലിക്കൺ. അത് എക്ക അലുമിനിയം ആയിട്ട് പിന്നെ വന്നത് ഗാലിയം ആണ്, എക്ക സിലിക്കൺ ആയിട്ട് വന്നത് ജർമേനിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത പ്രോപ്പർട്ടി, he changed atomic weight of elements based on their property. മെന്റലീഫിന്റെ അഭിപ്രായത്തിൽ ഒരു എലമെന്റിന്റെ പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത് അറ്റോമിക് വെയിറ്റ് ആണ്. അപ്പൊ ഈ പ്രോപ്പർട്ടിന്റെ ബേസിൽ അദ്ദേഹത്തിന് ചില ആളുകളുടെ അറ്റോമിക് വെയിറ്റ് തന്നെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ബെർലിയം. ബെർലിയത്തിന്റെ അറ്റോമിക് വെയിറ്റ് പണ്ട് 13.5 എന്നാണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ അദ്ദേഹം അത് മാറ്റിയിട്ട് 9 ആക്കി മാറ്റി അതിന്റെ പ്രോപ്പർട്ടിന്റെ ബേസിൽ. ഇത് നേരെ തിരിച്ചു ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ മെറിറ്റ്സ്. ഇനി നമുക്ക് അതിന്റെ ഡിമെറിറ്റ്സ് നോക്കാം. ഡിമെറിറ്റ്സ് പറഞ്ഞത് he cannot explain isotopes. ഐസോടോപ്പിന്റെ പ്രത്യേകത എന്താ? അവരുടെ അറ്റോമിക് നമ്പർ സെയിം ആണ്, പക്ഷെ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ അവരുടെ അറ്റോമിക് വെയിറ്റ് ഡിഫറെന്റ് ആണ്. അറ്റോമിക് വെയിറ്റ് ഡിഫറെന്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രോപ്പർട്ടി ഡിഫറെന്റ് ആവണം. കാരണം മെന്റലീഫിന്റെ അഭിപ്രായത്തിൽ അറ്റോമിക് വെയിറ്റ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷെ ആ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. അടുത്തത് ഹൈഡ്രജന്റെ പൊസിഷൻ, ലാന്തനൈഡിന്റെ പൊസിഷൻ, ആക്ടിനൈഡ്സിന്റെ പൊസിഷൻ, അതൊന്നും യഥാർത്ഥത്തിൽ കൊടുക്കാൻ മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിന് കഴിഞ്ഞിട്ടില്ല. അടുത്ത പോയിന്റ്, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റ് ഈസ് ഡീവിയേറ്റഡ്. അറ്റോമിക് വെയിറ്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അദ്ദേഹം പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത്. പക്ഷെ ആ ഇൻക്രീസിംഗ് ഓർഡർ പല സ്ഥലത്തും തെറ്റിയിട്ടുണ്ട്. കാരണം പ്രോപ്പർട്ടിന്റെ ബേസിൽ ചില ഡീവിയേഷൻ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. ആ പേരാണ് ആർഗണും പൊട്ടാസ്യവും, കൊബാൾട്ട് ആൻഡ് നിക്കൽ, ടെല്ലൂറിയം ആൻഡ് അയഡിൻ. ഈ സ്ഥലത്തെല്ലാം എത്തുമ്പോൾ അറ്റോമിക് വെയിറ്റിന്റെ ഇൻക്രീസിംഗ് മോഡലിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ ഡിമെറിറ്റ്സ്. ഇത്രയാണ് മെന്റലീസ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, നെക്സ്റ്റ് മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്ന സയന്റിസ്റ്റ് ഹെൻറി മോസ്ലി ആണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ ബേസ് ചെയ്യുന്നത് അറ്റോമിക് നമ്പറിനെയാണ്. അതുകൊണ്ട് തന്നെ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ അറ്റോമിക് നമ്പറിന് അറ്റോമിക് വെയിറ്റ് ആണ് എടുത്തത്, അതിന് പകരം അറ്റോമിക് നമ്പർ ആക്കിയാൽ മതി. അപ്പൊ എങ്ങനെ വരും? The physical and chemical properties of elements are periodic function of their atomic number. ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ലോങ് ഫോം പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കാറുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലുള്ള ഗ്രൂപ്പ്സ് 18 ആണ്, പീരിയഡ്സ് 7 ആണ്.
ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പോയിന്റ് IUPAC നോമൻക്ലേച്ചർ ഓഫ് എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100. അറ്റോമിക് നമ്പർ 100നെക്കാളും കൂടുതലാണെങ്കിൽ അതിന്റെ നെയിമിങ്ങിന് IUPAC ചില റൂൾസ് ഉണ്ട്. ആ റൂൾസിന് കാരണം 100ന് മുകളിൽ വരുന്ന എലമെന്റ്സ് എല്ലാം മിക്കവാറും ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് ആണ്. അതുകൊണ്ട് ഓരോ സയന്റിസ്റ്റുകൾ ഇത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുമ്പോൾ ആദ്യം IUPAC റൂൾ പ്രകാരം പേരാണ് ഇടേണ്ടത്. പിന്നെ അതിനെ സ്വന്തം പേരിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ പേരിടുന്നതിന് ചില റൂൾസ് ആണ് പറയുള്ളത്. വെരി സിമ്പിൾ. ബേസ്ഡ് ഓൺ നമ്പേഴ്സ് ആണ് ചില പ്രിഫിക്സ് ഉപയോഗിക്കുന്നത്. 0 നിൽ അതിന് സിമ്പിൾ n ആണ്. 1 and 2 by 3 tribe, 4 കോഡ്, 5 പെൻഡ്, 6 ഹെക്സ്, 7 സെപ്റ്റ്, 8 ഒക്ടറ്റ്, 9 n. എന്നിട്ട് ഈ പ്രിഫിക്സിന്റെ കൂടെ IUM എന്ന് സഫിക്സ് ചെയ്യാണ് ചെയ്യുക. നമുക്ക് എക്സാമ്പിൾ നോക്കാം. 104. 1 എന്ന് പറയുമ്പോൾ അണ്ണാണ്, 0 എന്ന് പറയുമ്പോൾ നില്ലാണ്, 4 എന്ന് പറയുമ്പോൾ കോഡാണ്. അപ്പൊ അൺനിൽ കോഡ് ചെയ്യും. ആൻഡ് സിമ്പിൾ UNQ എന്നാണ്. അടുത്ത 117 അൺസെറ്റ് ചെയ്യാം, UUS. ഇനിയുള്ള പേര് ശ്രദ്ധിക്കാം. 103 അൺനിൽ, 3 വരുമ്പോൾ ട്രൈ എന്നാണ് വേണ്ടത്. പിന്നെ IUM ചേർക്കേണ്ട ആവശ്യമില്ല, UM എന്നാണ് ചേർക്കുക. അൺനിൽ ട്രിയം എന്നാണ് എഴുതുക. അൺനിൽ ട്രൈ IUM ഇല്ല, അൺനിൽ ട്രിയം. ഈ രണ്ട് എക്സാമ്പിൾ നോക്കൂ. 110 നില്ലിയം എന്നാണ്. നിൽ എന്ന് പറയുമ്പോൾ ഒരു എല്ലാം ഉള്ളത്, പക്ഷെ അവിടെ 2 എല്ലാം യൂസ് ചെയ്യണം. നില്ലിയം. അതുപോലെ എക്സാമ്പിൾ നോക്കൂ. അണ്ണിയം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ 2 എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് IUPAC നെയിമുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻസും അതിന്റെ റൂൾസും. ഇതിൽ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് പീരിയഡ്സും ഗ്രൂപ്പ്സും. നമ്മൾ പറഞ്ഞു മൊത്തം 7 പീരിയഡ്സ് ആണുള്ളത്. നമ്പർ ഓഫ് പീരിയഡ് ഈക്വൽ ടു നമ്പർ ഓഫ് ഷെൽ. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ഒരു എലമെന്റിൽ എത്ര ഷെല്ലുണ്ടോ അത്ര തന്നെ ആയിരിക്കും അതിന്റെ പീരിയഡ്. അപ്പോൾ 6 ഷെല്ലുള്ള ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ അത് 6th പീരിയഡിൽ ഉള്ള ആളായിരിക്കും. നമ്പർ ഓഫ് പീരിയഡ് ഈക്വൽ ടു നമ്പർ ഓഫ് ഷെല്ലാണ്. ഈ പീരിയഡുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ 2 ടേംസ് പഠിക്കാറുള്ളത്. ഒന്ന് ട്രാൻസിഷൻ സീരീസും ഇന്നർ ട്രാൻസിഷൻ സീരീസും ആണ്. ട്രാൻസിഷൻ സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ D ബ്ലോക്ക് എലമെന്റ് ആണ്. അത് ഗ്രൂപ്പ് 3 മുതൽ 12 വരെയാണ് കിടക്കുക. പീരിയഡ് 4 to 7 ആണുള്ളത്. ഇന്നർ ട്രാൻസിഷൻ സീരീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ F ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ആ F ബ്ലോക്ക് എലമെന്റ് 2 ടൈപ്പ് ഉണ്ട്, ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും. ഇനി നമ്മൾ ഗ്രൂപ്പ്സിലോട്ട് കിടക്കുകയാണെങ്കിൽ ഗ്രൂപ്പ്സ് 1 മുതൽ 18 വരെ ഉണ്ടാവാം. അതിന് 4 ബ്ലോക്കായി തരംതിരിച്ചിട്ടുണ്ട്. S ബ്ലോക്ക് എലമെന്റ്, P ബ്ലോക്ക് എലമെന്റ്, D ബ്ലോക്ക് എലമെന്റ് ആൻഡ് F ബ്ലോക്ക് എലമെന്റ്. ഈ S ബ്ലോക്ക് എലമെന്റ് വരുന്നത് 2 ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. ഗ്രൂപ്പ് 1നെ നമ്മൾ ആൽക്കലി മെറ്റൽസ് വിളിക്കും, ഗ്രൂപ്പ് 2നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് വിളിക്കും. P ബ്ലോക്ക് ഗ്രൂപ്പ് 13 മുതൽ 18 വരെയാണ് വരിക. അതിൽ ഗ്രൂപ്പ് 13 to 18 ഗ്രൂപ്പ് 16നെ ചാൽക്കോജൻസ് വിളിക്കും, 17നെ ഹാലജൻസ് വിളിക്കും, 18നെ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് വിളിക്കും. ഇത്രയാണ് നമുക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. ഇനി S ബ്ലോക്ക് എലമെന്റിനെയും P ബ്ലോക്ക് എലമെന്റിനെയും ചേർത്ത് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് വിളിക്കും. പിന്നെ പഠിക്കുന്ന ടേം ആണ് ട്രാൻസ് യുറേനിയം എലമെന്റ്സ്. ട്രാൻസ് യുറേനിയം എലമെന്റ്സ് പറയുമ്പോൾ യുറേനിയത്തിന് ശേഷം വരുന്ന എലമെന്റ്സ് ആണ്. യുറേനിയത്തിന് അറ്റോമിക് നമ്പർ 92 ആണ്. അതിന് ശേഷം വരുന്ന എലമെന്റ്സിന്റെ പേരാണ് ട്രാൻസ് യുറേനിയം എലമെന്റ്സ്. പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന ടേം ആണ് മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്. S ബ്ലോക്ക് എലമെന്റ്, D ബ്ലോക്ക് എലമെന്റ്, F ബ്ലോക്ക് എലമെന്റ്, ഇത് 3ഉം കംപ്ലീറ്റ് മെറ്റൽസ് ആണ്. ഈ P ബ്ലോക്ക് എലമെന്റ്, അതായത് ഗ്രൂപ്പ് 13 to 18 വരുന്ന P ബ്ലോക്ക് എലമെന്റ് പ്രത്യേകത അതിനകത്ത് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. മെറ്റലോയിഡ്സിന് സെമി മെറ്റൽസ് വിളിക്കും. ഇത്രയാണ് ബേസിക്കലി നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളതാണ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്. എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് പീരിയോഡിക് ലെവലായിട്ട് എന്ത് മാറ്റം വരുന്നു എന്നാണ് പഠിക്കേണ്ടത്. ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട അറ്റോമിക് റേഡിയസ് ആണ്. ഒരു ആറ്റത്തിന്റെ റേഡിയസ് അത് 3 രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ഒന്ന് കോവാലന്റ് റേഡിയസ് വിളിക്കും, അടുത്ത വാണ്ടർവാൾസ് റേഡിയസ്, അടുത്ത മെറ്റാലിക് റേഡിയസ്. അത് വ്യത്യസ്ത രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 3 റേഡിയസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമുക്ക് +1 എക്സാം അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഒരേ ആറ്റത്തിന് തന്നെ ഈ 3 രീതിയിലുള്ള റേഡിയസ് കാണുകയാണെങ്കിൽ ഏറ്റവും വലുത് വാണ്ടർവാൾസ് റേഡിയസ് ആയിരിക്കും, പിന്നെ മെറ്റാലിക് റേഡിയസ് ആയിരിക്കും, ഏറ്റവും ചെറുത് കോവാലന്റ്. അത് അതിന്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട കാര്യം. പക്ഷെ ഓർഡറിൽ മനസ്സിലാവണം, വാണ്ടർവാൾസ് റേഡിയസ് ഗ്രേറ്റർ ദാൻ മെറ്റാലിക് റേഡിയസ് ഗ്രേറ്റർ ദാൻ കോവാലന്റ് റേഡിയസ്. ഈ അറ്റോമിക് റേഡിയസ് ഗ്രൂപ്പിൽ എന്ത് മാറ്റാണ് വരുത്തുക, പീരിയഡിൽ എന്ത് മാറ്റാണ് വരുത്തുക. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും അറ്റോമിക് റേഡിയസ് കൂടി വരും.
അതിന് കാരണം ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും ഈ ഷെല്ലിന്റെ എണ്ണം കൂടി വരുന്നുണ്ട്, നമ്പർ ഓഫ് ഷെല്ല് കൂടുന്നുണ്ട്. സോ വെരി സിമ്പിൾ. ഗ്രൂപ്പ് 1 ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, അതിന്റെ സൈസ് കൂടി കൂടി വരുന്നത്. ഈ ഓർഡറിലൊന്നും നമ്മൾ എന്ത് ഉൾപ്പെടുത്താറില്ല, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഉൾപ്പെടുത്താറില്ല. കാരണം അതിന്റെ റേഡിയേഷൻ കാരണം സൈസിൽ വ്യത്യാസം വരും. ഈ പീരീഡ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോണ സമയത്ത് അറ്റോമിക് റേഡിയസ് കുറയാണ് ചെയ്യുക. ഒരേ പീരീഡില് ഷെല്ലിന്റെ എണ്ണം സെയിം ആയിരിക്കും, എന്നിട്ടും സൈസ് കുറയാൻ കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടുന്നുണ്ട്. എക്സാമ്പിൾ കൊടുത്തത് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ സൈസ് കുറഞ്ഞു വരികയാണ്. ഈ ഫ്ലൂറിൻ കഴിഞ്ഞിട്ടുള്ളത് ശരിക്കും നിയോൺ ആണ്. നിയോണിന്റെ വലിപ്പം ഫ്ലൂറിനേക്കാളും കുറവ് തന്നെ ആയിരിക്കും. പക്ഷേ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നോബൽ ഗ്യാസിന് ഹയർ റേഡിയസ് ആണ് കിട്ടുന്നത്. കാരണം നോബൽ ഗ്യാസിൽ നമ്മൾ വാണ്ടർവാൾസ് റേഡിയസ് ആണ് കാണുന്നത്. നോബൽ ഗ്യാസിൽ നമ്മൾ വാണ്ടർവാൾസ് റേഡിയസ് കാണുന്നു. മറ്റുള്ളവർക്ക് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുക കോവാലന്റ് റേഡിയസ് ആണ്. അപ്പൊ കോവാലന്റ് റേഡിയസും വാണ്ടർവാൾ റേഡിയസും കൂടി വലുതാകുമ്പോൾ വാണ്ടർവാൾസ് റേഡിയസ് ആണല്ലോ വലുത്. അതുകൊണ്ടാണ് ജനറൽ കമ്പാരിസണിൽ ഈ നോബൽ ഗ്യാസ് ഉൾപ്പെടുത്താത്തത്. അപ്പൊ നമ്മൾ ലിഥിയം മുതൽ ഫ്ലൂറിൻ വരെ ഓർഡർ ആക്കിയാൽ മതി. നോബൽ ഗ്യാസ് ഉൾപ്പെടുത്താത്തത് അതിന് യൂസ് ചെയ്യണത് വാണ്ടർവാൾസ് റേഡിയസ് ആയതുകൊണ്ടാണ്. അത് കാൽക്കുലേറ്റഡ് വാല്യൂ നോക്കുമ്പോൾ നമുക്ക് ഹയർ വാല്യൂ കിട്ടും. അതിനർത്ഥം അത് ഹയർ വാല്യൂ ആണെന്നല്ല, അത് എന്താ പറയാ വാണ്ടർവാൾസ് റേഡിയസ് ഉപയോഗിക്കുന്ന ഒരു പ്രശ്നം മാത്രമാണ്. അത് നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് ആക്കണ്ട. നമ്മൾ ലിഥിയം മുതൽ ഫ്ലൂറിൻ വരെ ഓർഡർ ആക്കിയാൽ മതി. അടുത്ത വിഷയമാണ് അയോണിക് റേഡിയസ്. അയോണിക് റേഡിയസിനെ കുറിച്ച് മനസ്സിലാക്കണം. രണ്ട് തരം അയോൺസ് ഉണ്ട്, ഒന്ന് കാറ്റയോൺ, ഒന്ന് ആനയോൺ. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള അയോൺ ആണ്. എങ്ങനെയാ പോസിറ്റീവ് ചാർജ് കിട്ടുക? ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോഴാണ്. ഈ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ സൈസ് കുറയും. അപ്പൊ ന്യൂട്രൽ ആറ്റത്തിനേക്കാൾ ചെറുതായിരിക്കും കാറ്റയോൺ. ആനയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഉള്ള ആളുകളാണ്. എപ്പോഴൊക്കെ നെഗറ്റീവ് ചാർജ് കിട്ടുക? പുറമെന്ന് ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോഴാണ്. ഈ പുറമെന്ന് ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ അതിന്റെ സൈസ് കൂടും. അപ്പൊ കാറ്റയോണിന്റെ സൈസ് ചെറുത്, പിന്നെ ന്യൂട്രൽ ആറ്റം, പിന്നെ ആനയോൺ ആണ്. അതിന് കൂടുതൽ മനസ്സിലാക്കണം, എത്രത്തോളം ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നുവോ അതിനനുസരിച്ച് പോസിറ്റീവ് ചാർജ് കൂടിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ച് അതിന്റെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. എത്രത്തോളം ഇലക്ട്രോൺ സ്വീകരിക്കുന്നുവോ അത്രത്തോളം നെഗറ്റീവ് ചാർജ് കൂടിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ച് സൈസ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഒരു ഓർഡർ പഠിക്കണം. M2 plus less than M plus less than M less than M minus less than M2 minus. ഇതിന് ഞാൻ 3 എക്സാമ്പിൾ കൊടുത്തത്. Fe3 plus less than Fe2 plus less than Fe, കാരണം ചാർജ് നമുക്ക് പറയാൻ പറ്റും. ഓക്സിജൻ less than O minus and O2 minus. അടുത്ത് നോക്കൂ, I plus less than I and I minus. ഇതിന്റെ കൂടെ പഠിക്കേണ്ട വിഷയമാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. വ്യത്യസ്ത എലമെന്റുകളാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. പക്ഷെ ഇലക്ട്രോൺ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ട് അവരുടെ ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആയിട്ടുണ്ട്. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്, പക്ഷെ വ്യത്യസ്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സൈസ് വ്യത്യാസം ഉണ്ടാവും. ഈ സൈസ് വ്യത്യാസം ഉണ്ടാവാൻ കാരണം ഇവർക്ക് ഡിഫറെന്റ് നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിന്റെ എണ്ണം ഡിഫറെന്റ് ആണ്. ഈ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്താണുള്ളത്. പ്രോട്ടോണിന്റെ എണ്ണം കൂടുമ്പോൾ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടും. ആ പ്രോട്ടോണിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് സൈസ് കുറയുന്നുണ്ട്. അപ്പൊ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ സൈസ് ഓർഡർ ആക്കാൻ പറഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് സൈസ് കുറയുന്നു എന്ന് പഠിക്കാം. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, നമ്മൾ എപ്പോഴും പഠിക്കേണ്ടതാണ്. ഇതെല്ലാം ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ഉള്ള ആളുകളാണ്. Al3 plus Mg2 plus Na plus neon F minus O2 minus N3 minus. ഇവർക്കെല്ലാം ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആണ്. പക്ഷേ അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആണ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണം 13. ഇത് 12 ആണ്, ഇത് 11, ഇത് 10, ഇത് 9, ഇത് 8, ഇത് 7. അപ്പൊ നോക്കൂ, പ്രോട്ടോണിന്റെ എണ്ണം ഏറ്റവും കൂടിയ ആളാണ് സൈസ് ഏറ്റവും കുറഞ്ഞ ആൾ. പ്രോട്ടോണിന്റെ എണ്ണം ഏറ്റവും കുറഞ്ഞ ആളാണ് സൈസ് ഏറ്റവും കൂടി. പക്ഷെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ സൈസ് ഓർഡർ ആക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്താണ് ടെക്നിക്ക്? പോസിറ്റീവ് ചാർജ് വരുന്നതിനനുസരിച്ച് സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും, നെഗറ്റീവ് ചാർജ് വരുന്നതിനനുസരിച്ച് സൈസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ സൈസ് ഓർഡർ ആക്കുമ്പോൾ നിങ്ങൾ പ്രോട്ടോണിന്റെ എണ്ണം നോക്കിയിട്ട് ബുദ്ധിമുട്ടുന്ന ആവശ്യമില്ല. പോസിറ്റീവ് ചാർജ് വരുന്നതോറും വലിപ്പം കുറയും, നെഗറ്റീവ് ചാർജ് വരുന്നതോറും വലിപ്പം കൂടും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് അയോണൈസേഷൻ എന്തൽപി. അയോണൈസേഷൻ എന്തൽപി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു
release most loosely bound electron from isolated gaseous atom. അതിന്റെ ഡെഫിനിഷൻ ഞാനിവിടെ എഴുതുന്നില്ല. അതായത് നമ്മുടെ കയ്യിലുള്ളത് ഒരു ഐസൊലേറ്റഡ് ആയ ഒറ്റക്ക് നിൽക്കുന്ന ഗ്യാഷ്യസ് ആറ്റം ആയിരിക്കണം. അതിൽ നിന്ന് ഇലക്ട്രോണിന് വിട്ടുകൊടുക്കാനുള്ള എനർജിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ഡെഫിനിഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രം ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. ഒരാൾ ആദ്യത്തെ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ അതിനെ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും, IE1. ഇപ്പോൾ എമ്മിൽ നിന്ന് ഇലക്ട്രോൺ പോയിട്ട് M+ കിട്ടി. ഇനി M+ൽ നിന്നാണ് ഇലക്ട്രോൺ പോകുന്നതെങ്കിൽ അത് ആക്ച്വലി രണ്ടാമത്തെ ഇലക്ട്രോൺ ആണ് പോകുന്നത്. അങ്ങനെ M+ൽ നിന്ന് ഇലക്ട്രോൺ പോയിട്ട് M2+ ആണ് കിട്ടുന്നതെങ്കിൽ അത് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പിയാണ് IE2. ആ M2+ൽ നിന്ന് മൂന്നാമത്തെ ഇലക്ട്രോൺ പോവാണ് എന്ന് പറയുമ്പോൾ അതിന്റെ എനർജി IE3. എപ്പോഴും ആദ്യം ഇലക്ട്രോണ് കൊടുക്കാൻ എത്ര എനർജി വേണോ അതിനേക്കാളും എനർജി വേണം രണ്ടാമത് കൊടുക്കാൻ, അതിനേക്കാളും എനർജി വേണം മൂന്നാമത് കൊടുക്കാൻ. അപ്പൊ ഈ ഓർഡർ നമുക്ക് എന്ത് പഠിക്കാം? എപ്പോഴും IE3 കേട്ടതാൽ IE2 കേട്ടതാൽ IE1 ആയിരിക്കും. ഇനി അയോണൈസേഷൻ എന്തായാലും പീരിയോഡിക് ടേബിളിൽ പറയുകയാണെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയോണൈസേഷൻ എന്തായാലും ഒന്ന് അറ്റോമിക് സൈസ് ആണ്. ഒരു ആറ്റത്തിന്റെ സൈസ് ചെറുതാകുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടും. ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടുമ്പോൾ ഇലക്ട്രോൺ വിട്ടുകൊടുക്കണമെങ്കിൽ മോർ എനർജി കൊടുക്കേണ്ടി വരും. അപ്പൊ അറ്റോമിക് സൈസ് കുറയുമ്പോൾ അയോണൈസേഷൻ എന്തായാലും കൂടും എന്ന് പഠിക്കാം. നമുക്ക് എന്ത് പഠിക്കാം? അറ്റോമിക് സൈസ് കൂടുന്ന സമയത്ത് അയോണൈസേഷൻ എന്തായാലും കുറയും. ഗ്രൂപ്പിൽ താഴോട്ട് വരുംതോറും എന്താ സംഭവിക്കുന്നത്? അറ്റോമിക് സൈസ് കൂടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അയോണൈസേഷൻ എന്തായാലും കുറയണം. ഞാൻ ഗ്രൂപ്പ് 1ന്റെ എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലിഥിയം മുതൽ സീഷ്യം വരെ എഴുതിയിട്ടുണ്ട്. ഫ്രാൻസിലും എഴുതാത്തത് റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ടാണ്. ലിഥിയം മുതൽ സീഷ്യം വരെ പോകുമ്പോൾ അയോണൈസേഷൻ എന്തായാലും കുറഞ്ഞു വരികയാണ്. കാരണം എന്താ? അറ്റോമിക് സൈസ് കൂടുന്നുണ്ട്. പീരീഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അറ്റോമിക് സൈസ് കുറയാണ്. അറ്റോമിക് സൈസ് കുറയുമ്പോൾ അയോണൈസേഷൻ എന്തായാലും കൂടും. അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റൊക്കെ പോകുമ്പോൾ അയോണൈസേഷൻ എന്തായാലും കൂടും. പക്ഷേ ഇതിന് ഞാൻ എക്സ്പെക്ടേഷൻ എന്ന് വിളിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം ഒന്ന് ബെർലിയോ ബോറോണാണ്. അടുത്ത പ്രശ്നം നൈട്രജനും ഓക്സിജനും. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ മെയിൻ ക്വസ്റ്റ്യൻ. ബെർലിയോയും ബോറോണും നൈട്രജനും ഓക്സിജനും അവർക്ക് എന്താ സംഭവിക്കണം നോക്കാം. രണ്ടാമത്തെ ഫാക്ടറാണ് പെനട്രേഷൻ എഫക്ട് എന്നാണ് വിളിക്കുന്നത്. പെനട്രേഷൻ എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന് ന്യൂക്ലിയസിന്റെ അടുത്തോട്ട് നിൽക്കാനുള്ള കഴിവാണ് പെനട്രേഷൻ എഫക്ട്. ന്യൂക്ലിയസിന്റെ അടുത്തോട്ട് നിൽക്കാനുള്ള കഴിവാണ് പെനട്രേഷൻ എഫക്ട്. ഒരു ഇലക്ട്രോൺ s ഷെല്ലിൽ നിൽക്കുമ്പോൾ അതിന് പെനട്രേഷൻ എഫക്ട് വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ s ഷെല്ലിലുള്ള ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ അടുത്താണ് ഉണ്ടാവുക. ന്യൂക്ലിയസിന് അടുത്താണുള്ളതെങ്കിൽ ന്യൂക്ലിയസിനോട് അത്രയും അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എസിൽ നിന്ന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കൽ ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കും. അതിനേക്കാളും ബുദ്ധിമുട്ട് കുറവാണ് പിയിൽ നിന്ന്, പിന്നെ ഡിയിൽ നിന്ന്, പിന്നെ എഫിൽ നിന്ന്. അപ്പൊ പെനട്രേഷൻ എഫക്റ്റിന്റെ ഓർഡറും അയോണൈസേഷൻ താൽപ്പിന്റെ ഓർഡറും സെയിം ആണ്. നമുക്ക് ബെർലിയവും ബോറോണും കൺസിഡർ ചെയ്യാം. ബെർലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്. കോൺഫിഗറേഷൻ 1s2 2s2 ആണ്. എന്ന് പറഞ്ഞാൽ ബെർലിയത്തിന്റെ ഇലക്ട്രോൺ പോവേണ്ടത് 2s ൽ നിന്നാണ്, s സബ്ഷെല്ലിൽ നിന്നാണ്. ബോറോൺ 5 1s2 2s2 2p1. ബോറോൺ ഇലക്ട്രോൺ പോവേണ്ടത് p സബ്ഷെല്ലിൽ നിന്നാണ്. എവിടുന്നാണ് നമുക്ക് മോർ എനർജി കൊടുക്കേണ്ടി വരിക? എസിൽ നിന്ന് പോകാനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് കിട്ടി? ബെർലിയത്തിന്റെ അയോണൈസേഷൻ എന്താൽപ്പി ബോറോണേക്കാളും കൂടുതലാണ് കിട്ടി. നമ്മൾ ഇങ്ങോട്ട് വന്ന് നോക്കൂ. അറ്റോമിക് സൈസിന്റെ ഓർഡർ പ്രകാരം ബെർലിയത്തിനേക്കാളും കുറവാണ്, ബെർലിയത്തിന് ബോറോണേക്കാളും കൂടുതലാണ്. പക്ഷെ ആക്ച്വലി ബെർലിയത്തിനല്ലേ കൂടുതൽ. അപ്പൊ ആ ഒരു വ്യത്യാസം പരിഗണിക്കുമ്പോൾ ബെർലിയം ഗ്രേറ്റർ ദാൻ ബോറോൺ എന്ന് കൊടുക്കേണ്ടി വരും. ഇതാണ് അവിടെ വന്ന ഒരു ഡീവിയേഷൻ. രണ്ടാമതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്കറിയാം ഒരു ആറ്റം ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനോ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷനോ കിട്ടിയാൽ അയാൾ സ്റ്റേബിൾ ആയിരിക്കും. സ്റ്റേബിൾ ആയ ഒരു കോൺഫിഗറേഷനിൽ നിന്ന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ബുദ്ധിമുട്ടാണ്. കാരണം ഒരാൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ നിന്ന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കണമെങ്കിൽ മോർ എനർജി കൊടുക്കേണ്ടി വരും. മോർ അയോണൈസേഷൻ എന്താൽപ്പി ഫ്രം സ്റ്റേബിൾ കോൺഫിഗറേഷൻ. ഹാഫ് ഫിൽഡും ആവാം, ഫുള്ളി ഫിൽഡും ആവാം. നമുക്ക് നൈട്രജനും ഓക്സിജനും കമ്പയർ ചെയ്യാം. നൈട്രജൻ 7 1s2 2s2 2p3. ഞാൻ 2p3യുടെ അറേഞ്ച്മെന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഹാഫിലാണ്, സ്റ്റേബിൾ ആണ്. ഓക്സിജൻ 8 1s2 2s2 2p4.
ഇത് ഇപ്പോൾ ഹാഫ് ഫീൽഡ് അല്ല, എന്നാൽ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അയാൾ ഹാഫ് ഫീൽഡ് ആവും. അപ്പൊ ഓക്സിജൻക്ക് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ താല്പര്യം കൂടുതലാണ്, നൈട്രജൻക്കാണെങ്കിലോ താല്പര്യം കുറവാണ്. അപ്പൊ നൈട്രജന്റെ ഇലക്ട്രോൺ പോകണമെങ്കിൽ നമ്മൾ മോർ എനർജി കൊടുക്കേണ്ടി വരും. അപ്പൊ നൈട്രജന്റെ അയോണൈസേഷൻ എന്താൽപ്പി ഓക്സിജനേക്കാളും കൂടുതലാണ്. അപ്പൊ നോക്കൂ, നേരത്തെ വന്ന ഓർഡർ പ്രകാരം വ്യത്യാസം ഉണ്ടല്ലോ, നൈട്രജൻക്കാണ് കൂടുതൽ. എപ്പോഴും എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, സെക്കൻഡ് പീരിയഡ് എലമെന്റ്സിന്റെ ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി ഓർഡർ ആക്കുക, അതിലുള്ള ഡീവിയേഷൻസ് എക്സ്പെക്ട് ചെയ്യുക, ഡീവിയേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഡീവിയേഷൻ ബെർലിയം ആൻഡ് ബോറോൺ, അതിന്റെ റീസൺ ആണത്. അടുത്ത നൈട്രജൻ ആൻഡ് ഓക്സിജൻ, അതിന്റെ റീസൺ ആണ്. ഇപ്പൊ ഞാനിത് എക്സ്പെക്ടേഷൻ എന്ന് ഒഴിവാക്കണം, കാരണം ഇതാണ് ഇതിന്റെ ആക്ച്വൽ ഓർഡർ. ഇത്രയാണ് നമുക്ക് അയോണൈസേഷൻ എന്താൽപ്പിയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളതാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അട്രാക്ട് ബോണ്ട് പെയർ ഓഫ് കോവാലന്റ് ബോണ്ട്. രണ്ടാളുകൾ തമ്മിൽ കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കി, ആ കോവാലന്റ് ബോണ്ടിൽ പെട്ട ബോണ്ട് പെയറിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഒരാളുടെ അറ്റോമിക് സൈസ് ചെറുതാകുമ്പോഴാണല്ലോ അട്രാക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ അറ്റോമിക് സൈസ് കുറയുന്നതനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. അപ്പൊ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്, അറ്റോമിക് സൈസ് കൂടുന്നുണ്ട്, സ്വാഭാവികമായിട്ടും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയണം. അപ്പൊ ഇവിടെ ഗ്രൂപ്പ് 17ന്റെ ഓർഡർ ഞാൻ എഴുതിയിട്ടുണ്ട്, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ആഡിൻ. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇൻ എ പീരിയഡ് അറ്റോമിക് സൈസ് കുറയാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടണം. ഞാൻ സെക്കൻഡ് പീരിയഡിന്റെ ഓർഡർ എഴുതിയിട്ടുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും ഡീവിയേഷൻസോ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറയുമ്പോൾ ഒരാൾ ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ അയാളുടെ സ്റ്റെബിലിറ്റി കൂടും. അയാളുടെ സ്റ്റെബിലിറ്റി കൂടുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു എനർജി ചേഞ്ച് ഉണ്ടാകും. ആ എനർജി ചേഞ്ചിന്റെ പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ എങ്ങനെ പറയാം, ഇറ്റ് ഈസ് എന്താൽപ്പി ചേഞ്ച്. എനർജിയുടെ ഒരു തെർമോഡൈനാമിക്കൽ ടേം ആണ് എന്താൽപ്പി. നമ്മൾ തെർമോഡൈനാമിക്സിലാണ് പഠിക്കുക. ഇറ്റ് ഈസ് എന്താൽപ്പി ചേഞ്ച് വെൻ, ഇവിടെ ശ്രദ്ധിക്കണം, ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം ഗെയിൻ ഇലക്ട്രോൺ. ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം ഗെയിൻ ഇലക്ട്രോൺ. അപ്പൊ റിയാക്ഷൻ ഇവിടെ എഴുതുന്നത് എക്സ് ഗ്യാസ് പ്ലസ് 1 ഇലക്ട്രോൺ ബിക്കം എക്സ് മൈനസ് ഗ്യാസ്. അങ്ങനെ ഐസൊലേറ്റഡ് ആയ ഗ്യാഷ്യസ് ആറ്റം ഇലക്ട്രോണെ സ്വീകരിക്കുമ്പോൾ വരുന്ന എനർജി ചേഞ്ചിന്റെ പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഞാൻ പറഞ്ഞല്ലോ, ഇത് മിക്കവാറും എനർജി വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. കാരണം സ്റ്റെബിലിറ്റി കൂടണമെങ്കിൽ എനർജി കുറയണം, എനർജി കുറയണമെങ്കിൽ എനർജി വിട്ടുകൊടുക്കണം. അതുകൊണ്ട് ഈ പ്രോസസ് മിക്കവാറും എക്സോതെർമിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി മോസ്റ്റ് ഓഫ് ദ കേസ് നെഗറ്റീവ് ആയിരിക്കും. അത് പോസിറ്റീവ് കിട്ടുന്ന കേസ് ഉണ്ട്, നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇലക്ട്രോൺ ഗെയിൻ മിക്കവാറും നെഗറ്റീവ് ആണ്. ഇനി ശ്രദ്ധിക്കൂ, ഒരാറ്റത്തിന്റെ വലിപ്പം എത്രത്തോളം ചെറുതാകുന്നോ അതിനനുസരിച്ചാണ് അവർക്ക് ഇലക്ട്രോണെ സ്വീകരിക്കാൻ പറ്റുക, അതിനനുസരിച്ചാണ് അത് എനർജി വിട്ടുകൊടുക്കുക. അപ്പൊ അറ്റോമിക് സൈസ് കുറവാണെങ്കിൽ കൂടുതൽ എനർജി വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കൂടുതലായിരിക്കും. അറ്റോമിക് സൈസ് കുറവാണെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കൂടുതലായിരിക്കും. ഇതിനെ മോർ നെഗറ്റീവ് എന്ന ടേം യൂസ് ചെയ്യും മാത്തമാറ്റിക്കലി. അത് നമ്മൾ എത്ര പഠിക്കേണ്ട ആവശ്യമില്ല. അറ്റോമിക് സൈസ് കുറവാണോ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കൂടുതലാണെന്ന് പഠിക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ആഡിൻ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നവരും അറ്റോമിക് സൈസ് കൂടുകയാണ്. അറ്റോമിക് സൈസ് കൂടുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കുറയണം. സോ ഇതാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിന്റെ ഓർഡർ. എന്നാൽ ഞാൻ അവിടെ എക്സ്പെക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്, കാരണം ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ട്. ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ എന്നുള്ളത് മാറിയിട്ട് ഫ്ലൂറിൻ ലെസ് ദാൻ ക്ലോറിൻ ആക്കണം. പിന്നെ അങ്ങോട്ട് കുഴപ്പമില്ല, ബ്രോമിനും ആഡിനും അതേ ഓർഡർ ആണ്. ഇതാണ് ഇതിന്റെ ആക്ച്വൽ ഓർഡർ. അപ്പൊ എന്താ പ്രശ്നം, ഫ്ലൂറിനെക്കാളും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കൂടുതലാണ് ആർക്ക്, ക്ലോറിൻക്ക്. അപ്പൊ ഇങ്ങനെ കമ്പാരിസൺ നമുക്ക് വരുത്താം. ഫ്ലൂറിനും ക്ലോറിനും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ, അത് ഫ്ലൂറിൻക്കാണ്. പക്ഷെ ആർക്കാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കൂടുതൽ, അത് ക്ലോറിൻക്കാണ്. ഇതിന്റെ കാരണമാണ് ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. ഫ്ലൂറിൻ 1s2 2s2 2p5, ക്ലോറിൻ 1s2 2s2 2p6 3s2 3p5. ഇതിൽ ആരാണ് ചെറുത്, ഫ്ലൂറിനാണ്. ഫ്ലൂറിനാണ് വേഗത്തിൽ ഇലക്ട്രോണെ പിടിച്ചു വരിക. പക്ഷെ ഫ്ലൂറിന്റെ ഇലക്ട്രോൺ വരേണ്ടത് രണ്ടാമത്തെ ഷെല്ലോട്ടാണ്. ഫ്ലൂറിന്റെ ഇലക്ട്രോൺ വരേണ്ടത് രണ്ടാമത്തെ ഷെല്ലോട്ടാണ്. രണ്ടാമത്തെ ഷെൽ എന്ന് പറയുമ്പോൾ അത് ചെറിയ ഷെല്ലായിരിക്കും.
ക്ലോറിൻക്ക് ഇലക്ട്രോണെ വലിച്ചെടുക്കാനുള്ള കഴിവ് കുറവാണെങ്കിലും ക്ലോറിന്റെ ഇലക്ട്രോൺ വരേണ്ടത് 3p5 ആണ്. 3p5 പ്രത്യേകത എന്താ? അത് വലിയ ഷെല്ലാണ്. മൂന്നാമത്തെ ഷെൽ എന്ന് പറയുമ്പോൾ വലിയ ഷെല്ലാണ്. അപ്പോൾ ചെറിയ ഷെല്ലിലോട്ട് ഒരു ഇലക്ട്രോൺ വരുന്നു, വലിയ ഷെല്ലിലോട്ട് ഇലക്ട്രോൺ വരുന്നു. ചെറിയ ഷെല്ലിലോട്ട് ഇലക്ട്രോൺ വരുമ്പോൾ അവിടെ ഓൾറെഡി ഉള്ള ഇലക്ട്രോണും പുതിയ ഇലക്ട്രോണും തമ്മിൽ റിപ്പൾഷൻ കൂടുതലായിരുന്നു. കാരണം ചെറിയ ഷെല്ലാണ്, അതിലോട്ടാണ് ഇലക്ട്രോൺ വരുന്നത്. അപ്പൊ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യാം. ഇത് ഫ്ലൂറിന്റെ രണ്ടാമത്തെ ഷെല്ലാണ്. ഈ ഫ്ലൂറിന്റെ രണ്ടാമത്തെ ഷെല്ലിൽ ഓൾറെഡി 5 ഇലക്ട്രോൺ ഉണ്ട്, 7 ഇലക്ട്രോൺ. ഇതിലോട്ടാണ് ഒരു പുതിയ ഇലക്ട്രോൺ വരുന്നത്. ക്ലോറിന്റെ അവസ്ഥ എന്താ? അത് വലിയ ഷെല്ലാണ്, ഇതിൽ ഓൾറെഡി 7 ഇലക്ട്രോൺ ഉണ്ട്. ഇതിലോട്ടാണ് പുതിയ ഇലക്ട്രോൺ വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഇലക്ട്രോണുകൾ തമ്മിൽ റിപ്പൾഷൻ കൂടുതലായിരിക്കും, എന്നാൽ ഇവിടെ റിപ്പൾഷൻ കുറവായിരിക്കും. അതുകൊണ്ട് വേഗത്തിൽ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുക ഈ വലിയ ഷെല്ലിലാണ്. അതുകൊണ്ടാണ് ക്ലോറിൻക്ക് ഫ്ലൂറിനേക്കാളും കൂടിയത്. അപ്പൊ എക്സാമിനേഷൻ പോയിന്റിൽ നിങ്ങൾ എഴുതേണ്ട ആൻസർ ഇതാണ്. ക്ലോറിൻക്ക് ഫ്ലൂറിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ കുറവാണ് ഫോർ ക്ലോറിൻ ദാൻ ഫ്ലൂറിൻ. നിങ്ങൾ എക്സാമിന് വേണ്ട മെയിൻ പോയിന്റ് ഇതാണ്. ഫ്ലൂറിൻക്കാണോ ക്ലോറിൻക്കാണോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ? ആൻസർ എന്താണ്? ക്ലോറിൻക്കാണ്. എന്താ ക്ലോറിന്റെ പ്രത്യേകത? ക്ലോറിന്റെ ഇലക്ട്രോൺ വരേണ്ടത് വലിയ മൂന്നാമത്തെ ഷെല്ലിലോട്ടാണ്. അവിടെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ കുറവാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഫ്ലൂറിൻക്കാണോ ക്ലോറിൻക്കാണോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ? അത് ക്ലോറിൻക്കാണ്. ആർക്കാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ? അത് ഫ്ലൂറിൻക്കാണ്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് അനോമലസ് ബിഹേവിയർ ഓഫ് സെക്കൻഡ് പീരിയഡ് എലമെന്റ്സ്. ഇങ്ങനെ പറയാൻ കാരണം ഒരു ഗ്രൂപ്പിൽ പെടുന്ന എല്ലാവർക്കും ഒരേ സ്വഭാവമാണ് വരേണ്ടത്. പക്ഷേ ഓരോ ഗ്രൂപ്പിലുള്ള ഫസ്റ്റ് എലമെന്റ്, അതായത് സെക്കൻഡ് പീരിയഡ് എലമെന്റിന് ആ ഗ്രൂപ്പിലുള്ള മറ്റുള്ള ആളുകളിൽ നിന്ന് ഒരുപാട് ഡിസിമിലാരിറ്റീസ് ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ സെക്കൻഡ് പീരിയഡ് എലമെന്റ്സ് ആരൊക്കെ നമുക്കറിയാം? ലിഥിയം, ബെർലിയം, ബോറോൺ മുതൽ അങ്ങനെ നിയോൺ വരെ പോകും. നിയോൺ നോബിൾ ഗ്യാസ് ആണ്, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള സെക്കൻഡ് പീരിയഡ് എലമെന്റിന് ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളാണ് അതിന്റെ അനോമലസ് ബിഹേവിയർ. അനോമലസ് എന്ന് പറയുമ്പോൾ ഡീവിയേഷൻസ് ആണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നുള്ള വ്യത്യാസങ്ങളാണ്. ഇതിന് കാരണമായിട്ട് പറയുന്നത് ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഫസ്റ്റത്തെ എലമെന്റ്, അതായത് സെക്കൻഡ് പീരിയഡ് എലമെന്റ് ഏറ്റവും ചെറുതായിരിക്കും, സ്മോൾ സൈസ് ആയിരിക്കും. സ്മോൾ സൈസ് ആകുമ്പോൾ തന്നെ അതിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും, അയോണൈസേഷൻ താല്പര്യം വളരെ കൂടുതലായിരിക്കും. നമുക്കറിയാം ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള എനർജിയാണ് അയോണൈസ് താല്പര്യം, അത് വളരെ കൂടുതലായിരിക്കും. അട്രാക്ട് ചെയ്യാനുള്ള കഴിവാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അത് വളരെ കൂടുതലായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ. കാരണം എന്താ? ഇതിന്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ അതിന്റെ ചാർജ് ടു റേഡിയസ് റേഷ്യോ നോക്കുമ്പോൾ വളരെ വലുതായിരിക്കും. നാലാമത്തെ പോയിന്റ് ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. കാരണം രണ്ടാമത്തെ പീരീഡിലെ എലമെന്റ് പ്രത്യേകത അവർക്ക് 2 ഷെല്ലാണ് ഉണ്ടാവുക. രണ്ടാമത്തെ ഷെൽ എന്ന് പറയുമ്പോൾ അതിലൊരിക്കലും ഡി ഓർബിറ്റൽ വരുന്നില്ല. ഡി ഓർബിറ്റൽ വരുന്നത് എന്താണ്? മൂന്നാമത്തെ ഷെൽ മുതലാണ്. അപ്പൊ ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് അനോമലസ് ബിഹേവിയർ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ അനോമലസ് ബിഹേവിയറിന് കാരണം എന്ത്? അപ്പൊ ഈ 4 പോയിന്റ് എഴുതി കൊടുക്കുക. ഇനി അതിന് എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. സെക്കൻഡ് പീരിയഡ് എലമെന്റുകൾ ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകൾ കോവാലന്റും ആ ഗ്രൂപ്പിൽപ്പെട്ട മറ്റുള്ളവർ ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകൾ അയണിക്കുമായിരിക്കും. എക്സാമ്പിൾ ലിഥിയം ക്ലോറൈഡ് കോവാലന്റ് ആണ്, സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും എല്ലാം അയണിക്കുമാണ്. അപ്പോൾ കോവാലന്റ് ആണ് സെക്കൻഡ് പീരിയഡ് എലമെന്റ്, മറ്റുള്ളവർ അയണിക്കാണ്. അടുത്തത് കോവാലൻസി ഈസ് മാക്സിമം 4. കോവാലൻസി എന്ന് പറഞ്ഞാൽ ഒരാൾ ഉണ്ടാക്കുന്ന ബോണ്ടിന്റെ എണ്ണം, അത് മാക്സിമം 4 ആണ് സെക്കൻഡ് പീരിയഡ് എലമെന്റുകൾ, എന്നാൽ മറ്റുള്ളവർക്ക് അത് ഗ്രേറ്റർ ദാൻ 4 ആണ്. ഇതിന് കാരണം ഡി ഓർബിറ്റൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരാൾ എത്ര ബോണ്ട് ഉണ്ടാക്കണോ അയാളുടെ കയ്യിൽ അത്രയും ഓർബിറ്റൽ വേണം. സെക്കൻഡ് പീരിയഡ് എലമെന്റിന്റെ കയ്യിൽ 2 ഷെല്ലാണല്ലോ ഉള്ളത്. ഈ രണ്ടാമത്തെ ഷെല്ലില് എസ് എന്ന സബ് ഷെല്ലുണ്ട്, പി എന്ന സബ് ഷെല്ലുണ്ട്.
എസ് എന്ന സബ്ഷെല്ലുണ്ട്, പി എന്ന സബ്ഷെല്ലുണ്ട്. എസ് എന്ന സബ്ഷെല്ലിന് ഒരു ഓർബിറ്റലും പി എന്ന സബ്ഷെല്ലിന് 3 ഓർബിറ്റലുമാണ്. ആ മൊത്തം എസും പിയും കൂടി ചേരുമ്പോൾ 4 ഓർബിറ്റൽ ഉണ്ടാവും. ഈ 4 ഓർബിറ്റൽ ഉപയോഗിച്ച് 4 ബോണ്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാൽ പിന്നെ താഴെ വരുന്ന ആളുകൾക്ക് എന്തുണ്ട്? ഡി ഓർബിറ്റൽ ഉണ്ട്. ആ ഡി ഓർബിറ്റൽ ഉപയോഗിച്ച് അവർക്ക് കൂടുതൽ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോ സെക്കൻഡ് പീരീഡ് എലമെന്റിന് 4 ബോണ്ടേ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. കാരണം എന്താ? അയാളുടെ കയ്യിൽ 4 ഓർബിറ്റൽ ഉള്ളൂ. അതിന് കാരണം അയാളുടെ കയ്യിൽ ഡി ഓർബിറ്റൽ ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് എക്സാമ്പിൾ പഠിക്കാനുള്ളത് BF4- എന്ന കോമ്പൗണ്ടും AF63- എന്ന കോമ്പൗണ്ടും. ബോറോൺ ഒരു സെക്കൻഡ് പീരീഡ് എലമെന്റ് ആണ്. അതിന് മാക്സിമം 4 ബോണ്ട്. ആ ബോറോണിന്റെ ഗ്രൂപ്പിൽപ്പെട്ട അലുമിനിയം 4 കൂടുതൽ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ സെക്കൻഡ് പീരീഡ് എലമെന്റിന്റെ അനോമലസ് ബിഹേവിയറുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ് അടുത്ത പോയിന്റ്. മോർ ടെൻഡൻസി ടു ഫോം പൈ ബോണ്ട്. അതായത് പൈ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവ് കൂടുതലാണ് ആർക്ക്? നമ്മുടെ സെക്കൻഡ് പീരീഡ് എലമെന്റ്. അത് ഏത് പൈ ബോണ്ട് ആണെന്ന് കൂടി മനസ്സിലാക്കണം. പി പൈ ബോണ്ടാണ്. പി ഓർബിറ്റൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പൈ ബോണ്ടാണ്. C ഡബിൾ ബോണ്ട് C, N ട്രിപ്പിൾ ബോണ്ട് N, C ട്രിപ്പിൾ ബോണ്ട് N. ഇങ്ങനെയുള്ള പി പൈ ബോണ്ടുകൾ ഫോം ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് പറ്റുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനോമലസ് ബിഹേവിയറിന് കാരണങ്ങൾ എന്തൊക്കെയാണ് അനോമലസ് ബിഹേവിയർ? ഇത് നിങ്ങൾ 1 by 1 എഴുതി വെക്കണം. ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വിഷയമാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. അതായത് ലിഥിയം തന്റെ ഗ്രൂപ്പിൽപ്പെട്ട സോഡിയത്തിനോടാണ് സിമിലാരിറ്റി കാണിക്കേണ്ടത്. പക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ലിഥിയം സോഡിയത്തിൽ നിന്ന് ചില ഡീവിയേഷൻസ് കാണിക്കുന്നുണ്ട്. ഈ ലിഥിയം കൂടുതൽ സിമിലാരിറ്റി കാണിക്കുന്നത് അടുത്ത ഗ്രൂപ്പിൽപ്പെട്ട മെഗ്നീഷ്യത്തിനോടാണ്. ബെർലിയം മെഗ്നീഷ്യത്തിനോടാണ് സിമിലാരിറ്റി കാണിക്കേണ്ടത്, പക്ഷെ അത് കൂടുതൽ കാണിക്കുന്നത് അലൂമിനിയത്തിനോടാണ്. ബോറോൺ കൂടുതൽ കാണിക്കുന്നത് സിലിക്കണോടാണ്. ഈ റിലേഷനെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. അപ്പൊ ആരൊക്കെയാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ നോക്കുമ്പോൾ ലിഥിയം ആൻഡ് മെഗ്നീഷ്യം, ബെർലിയം ആൻഡ് അലുമിനിയം, ബോറോൺ ആൻഡ് സിലിക്കൺ. ഇതിന്റെ കാരണം ലിഥിയത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ചാർജ് ടു മാസ് റേഷ്യോ സെയിം ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ചാർജ് ടു മാസ് റേഷ്യോ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ്, ഒരുപാട് കൂടുതലായതുകൊണ്ടാണ് ഇവർക്ക് അനോമലസ് ബിഹേവിയർ ഉണ്ടായത്. എന്നാൽ ആ ചാർജ് ടു റേഡിയസ് റേഷ്യോ സെയിം ആയതുകൊണ്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. അപ്പൊ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന പെയറുകൾ ആരൊക്കെ? അതാണ് ലിഥിയം ആൻഡ് മെഗ്നീഷ്യം, ബെർലിയം ആൻഡ് അലൂമിനിയം, ബോറോൺ ആൻഡ് സിലിക്കൺ. എന്താണ് കാരണം? അവർക്ക് സെയിം ചാർജ് ടു റേഡിയസ് റേഷ്യോ. ഇനി നമ്മൾ ചാപ്റ്ററിൽ പഠിക്കേണ്ട അവസാനത്തെ പോയിന്റ് ആണ് നേച്ചർ ഓഫ് ഓക്സൈഡ്. ഓക്സൈഡിന്റെ സ്വഭാവം. ഓക്സൈഡുകളെ 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുക. അസിഡിക് ഓക്സൈഡ്, ബേസിക് ഓക്സൈഡ്, ന്യൂട്രൽ ഓക്സൈഡ്, ആംഫോട്ടറിക് ഓക്സൈഡ്. അസിഡിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു ഓക്സൈഡ് വെള്ളത്തിലിട്ടാൽ അത് ആസിഡ് ഫോം ചെയ്യും. ബേസിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അത് വെള്ളത്തിലിട്ടാൽ ബേസ് ഫോം ചെയ്യും. എന്തായിരിക്കും ആംഫോട്ടറിക്? അത് ആസിഡിന്റെ സ്വഭാവം കാണിക്കും, ബേസിന്റെ സ്വഭാവം കാണിക്കും. എന്താണ് ന്യൂട്രൽ ഓക്സൈഡ്? അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്വഭാവം ഉണ്ടാവില്ല. ഈ 4 തരം ഓക്സൈഡ് ഉണ്ട്. അതിന് എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ടെക്സ്റ്റ് കൊടുത്ത എക്സാമ്പിൾ പ്രകാരം അസിഡിക് ഓക്സൈഡിന് എക്സാമ്പിൾ Cl2O7 ആണ്. ഞാൻ അഡീഷണലി CO2 ആൻഡ് SO3 എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം Cl2O7. ബേസിക് ഓക്സൈഡ് എക്സാമ്പിൾ ടെക്സ്റ്റ് കൊടുത്തുള്ളത് Na2O ആണ്. അതിന്റെ കൂടെ CaO എന്ന് പഠിച്ചു. ന്യൂട്രലായ ഓക്സൈഡുകൾ CONO N2O, ആംഫോട്ടറിക് ഓക്സൈഡ് Al2O3 As2O3. ഇതിന് കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ +1 ബോർഡ് എക്സാം ലെവലിൽ റീസൺ അല്ല ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ എക്സാം ചോദിക്കാം ക്ലാസിഫൈ ദ ഓക്സൈഡ് ഇൻടു 4 ടൈപ്പ്. അതാരൊക്കെയാണ്? അസിഡിക്, ബേസിക്, ആംഫോട്ടറിക്, ന്യൂട്രൽ. ഗിവ് എക്സാമ്പിൾ. ആ എക്സാമ്പിൾ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. റീസൺ ഇമ്പോർട്ടൻ്റ് അല്ല. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ. താങ്ക് യു.